നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നല്ല സമയം നോക്കി പ്രസവിക്കുന്നത് സർവ്വസാധാരണമായിരിക്കും. എന്നാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ജനുവരി 22-ന് കുഞ്ഞിന് ജന്മം നൽകാൻ ശസ്ത്രക്രിയ നടത്തണമെന്ന് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ നിരവധി ഗർഭിണികൾ. ഇക്കാര്യം ആവശ്യപ്പെട്ട ഡോക്ടർമാരെ സമീപിച്ചതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 22-ന് പ്രസവ ശസ്ത്രക്രിയ നടത്തണമെന്ന ആവശ്യവുമായി നിരവധി ഗർഭിണികൾ അപേക്ഷ സമർപ്പിച്ചതായാണ് കാൺപൂരിലെ സർക്കാർ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നല്ല സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഗുണമുണ്ടാകുമെന്നത് ആളുകൾ വിശ്വസിക്കുന്നതാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് മനഃശാസ്ത്ര വിദഗ്ധയായ ദിവ്യ ഗുപ്ത പറയുന്നു. രേഖാമൂലമുള്ള 14ഓളം അപേക്ഷകൾ ഇതിനോടകം ലഭിച്ചതായി ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം മേധാവി സീമ ദ്വിവേദി പറഞ്ഞു. ഒരേ ലേബർ റൂമിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണമെന്നാണ് സ്ത്രീകളുടെ ആവശ്യം. ഉത്തർപ്രദേശിലെ വിവിധ ആശുപത്രികളിൽ ഇത്തരത്തിൽ നിരവധി അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ജനുവരി 22-ന് 35 സിസേറിയൻ ഓപ്പറേഷനുകൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ചിലർ പുരോഹിതന്മാരിൽ നിന്നും ശുഭകരമായ സമയം വരെ കുറിച്ചു വാങ്ങിയിട്ടുണ്ട്. പുരോഹിതർ പറയുന്ന സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്ന അനുഭവം മുൻപും ഉണ്ടായിട്ടുണ്ട്. ധീരതയുടെയും സത്യസന്ധതയുടെയും ആജ്ഞാനുവർത്തിത്വത്തിന്റെയും പ്രതീകമായാണ് ശ്രീരാമനെ അമ്മമാർ കാണുന്നത്. അതിനാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം ജനിച്ചാൽ ഈ ഗുണങ്ങൾ തങ്ങളുടെ മക്കൾക്കും ഉണ്ടാകുമെന്നാണ് അമ്മമാർ വിശ്വസിക്കുന്നതെന്ന് ഡോക്ടർ സീമ ദ്വിവേദി പറഞ്ഞു. കാൺപൂർ സ്വദേശിയായ മാൽവതി ദേവി ഇത്തരത്തിൽ അപേക്ഷ നൽകിയവരിൽ ഒരാളാണ്. ഇവരുടെ പ്രസവ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ജനുവരി 17-നായിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം തന്നെ കുഞ്ഞ് ജനിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് മാൽത്തി പറഞ്ഞു. ജനുവരി 22-ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപോ ശേഷമോ ആണ് പ്രസവ തീയതിയെങ്കിൽ പോലും 22 ശുഭദിനമായി കണക്കാക്കി ഗർഭിണികളും അവരുടെ കുടുംബാംഗങ്ങളും അന്നു തന്നെ ശസ്ത്രക്രിയ നടത്താനാണ് ഡോക്ടർമാരോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ 22-ന് ഉച്ചയ്ക്ക് 12:20 നടക്കുമെന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പട്ട് റായ് അറിയിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് ശേഷം രാജ്യമെമ്പാടും ആരതി പ്രസാദ വിതരണവും ഉണ്ടാകുമെന്നും സന്ധ്യ മുതൽ ദീപം കൊളുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി പ്രമുഖർക്കും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. വിശ്വാസികൾ അന്ന് അയോധ്യയിലേക്ക് വരുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12:45 രാമക്ഷേത്രത്തിൽ ശ്രീകോവിൽ രാംല വിഗ്രഹം സ്ഥാപിക്കും. പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ദൈവിക ചടങ്ങുകൾ ജനുവരി 16-ന് ആരംഭിക്കും. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ശ്രീരാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചതോടെയാണ് തീയതി ഉറപ്പിച്ചത്. പ്രതിഷ്ഠാ പരിപാടിയുടെ മുന്നോടിയായി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള 4000-ഓളം സന്യാസിമാരും 2500 മുതൽ 3000 വരെ വിശിഷ്ട വ്യക്തികളും ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്ര സമർപ്പണ പരിപാടിയിൽ പ്രവേശിക്കുന്നതിന് ഒരു പ്രത്യേക പ്രോട്ടോകോൾ ഉള്ളതായി രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പട്ട് റായ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദർശന സമയത്ത് മൊബൈൽ ഫോണുകളും ക്യാമറകളും അടക്കമുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ക്ഷേത്ര പരിസരത്ത് കൊണ്ടുവരരുതെന്ന് ക്ഷണത്തിൽ തന്നെ അഭ്യർത്ഥിച്ചിരുന്നു. പ്രവേശനവും ക്രമീകരണവും തിരക്കുകളും ഒഴിവാക്കി സുഗമമാക്കാൻ അതിഥികൾ നേരത്തെ എത്തണമെന്നും നിർദ്ദേശമുണ്ട്. രാവിലെ 7 മുതൽ 11:30 വരെയും ഉച്ചകഴിഞ്ഞ് 2 മുതൽ വൈകിട്ട് 7 വരെയുമായിരിക്കും ദർശന സമയം. ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികൾക്ക് ആരതി കൗണ്ടറിൽ നിന്നും പൂജയ്ക്കുള്ള ബുക്കിംഗ് ചെയ്യാം. കൂടാതെ ഡൊണേഷൻ കൗണ്ടർ, ഹോമിയോപ്പതി ചികിത്സാ കേന്ദ്രം എന്നിവയും ക്ഷേത്രത്തിനുള്ളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഹോമിയോപ്പതി ചികിത്സാ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 7 മണി വരെയായിരിക്കും ഡോക്ടറുടെ സേവനം ലഭ്യമാവുക. വികലാംഗർക്ക് ക്ഷേത്ര പരിസരത്ത് സൗജന്യമായി വീൽചെയർ സൗകര്യവും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 20 മുതൽ 3 ദിവസത്തേക്ക് സന്ദർശകർക്ക് ദർശനം ഉണ്ടായിരിക്കില്ല. ജനുവരി 22-ന് പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിനാൽ ആ ദിവസം വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നൽകില്ല. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ജനുവരി 22-ന് പ്രത്യേക ദർശനം ഉണ്ടായിരിക്കും. ജനുവരി 25-നാണ് ക്ഷേത്രം പൊതുജനങ്ങൾക്കായി വീണ്ടും തുറക്കുക.